പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിലെ നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാരണ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് വരയ്ക്കുന്നത് പോലെ തന്നെ സിമ്പിളാണ്. ഒരു ചെറിയ കണ്ടീഷനേ ഉള്ളൂ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സോളിഡിനെ സസ്പെൻഡ് ചെയ്തിടുകയാണ്. മുകളിൽ താഴോട്ട് സസ്പെൻഡ് ചെയ്തിടുന്നു. ആ സസ്പെൻഡ് ചെയ്ത സോളിഡിൻ്റെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ അല്ല, ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, അതുപോലെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എത്ര ഡിഗ്രിയാണ് ഇൻക്ലൈൻ ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ വരയ്ക്കുക. സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്, ശ്രദ്ധിക്കുക. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റൻ ഇതാണ്: A pentagonal pyramid, side of base 15 mm and axis height 35 mm is freely suspended from one of its base corners. Draw its projections when the axis appears to be inclined 30 degree with VP. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ സസ്പെൻഡഡ് സോളിഡ്സിൻ്റെ ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ അസ്യൂം ചെയ്യുന്നത് സോളിഡ് ആദ്യം ഗ്രൗണ്ടിൽ ഇരിക്കുന്നതായിട്ടാണ്. അതായത് HP-യിൽ സോളിഡ് റെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് അസ്യൂം ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മളതിനെ സസ്പെൻഡ് ചെയ്ത് ഇടുന്നത്. സോ നമ്മൾ എപ്പോഴും ആദ്യം വരയ്ക്കേണ്ട വ്യൂ ടോപ്പ് വ്യൂ ആണ്. സോ ആ പെൻറ്റഗണൽ പിരമിഡിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക. ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സൈഡ് അല്ലെങ്കിൽ ഒരു ബേസ് എഡ്ജ് റൈറ്റ് സൈഡിൽ വരത്തക്ക രീതിയിൽ നമ്മൾ സോളിഡ് വരയ്ക്കുക. സോ ഇതൊരു പെൻറ്റഗണൽ പിരമിഡാണ്. ബേസ് എഡ്ജിൻ്റെ ലെങ്ത് 15 mm ആണ്. ആക്സിസിൻ്റെ ഹൈറ്റ് 35 mm ആണ്. അത് നമുക്ക് ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കാം. സോ ഞാൻ പെൻറ്റഗണൽ പിരമിഡിൻ്റെ ഒരു ടോപ്പ് വ്യൂ വരച്ചു. നെയിം ചെയ്യുക. ദിസ് ഈസ് A, B, C ആൻഡ് D, E. ഇനി ഇതിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. സോ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരച്ചു. നെയിം ചെയ്യുക. ദിസ് ഈസ് A', ദിസ് ഈസ് അപ്പെക്സ് O', ആൻഡ് ദിസ് കോർണർ ഈസ് B', ബ്രാക്കറ്റിൽ E', this corner is C', ബ്രാക്കറ്റിൽ D'. സോ നമുക്ക് ഇപ്പോൾ സോളിഡിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സോളിഡിനെ സസ്പെൻഡ് ചെയ്തിടണം. സോളിഡിനെ സസ്പെൻഡ് ചെയ്തിടുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സസ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഈ ഒരു കോർണറിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തിടുന്നത്. അതായത് A' എന്ന് പറയുന്ന കോർണറിൽ നിന്നാണ് സോളിഡിനെ സസ്പെൻഡ് ചെയ്തിടുന്നത്. അങ്ങനെ സസ്പെൻഡ് ചെയ്തിടാൻ വേണ്ടി നമ്മൾ ഈ സോളിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കും. സോളിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി സോളിഡിൻ്റെ ടോട്ടൽ ഹൈറ്റ് എത്രയാണെന്ന് നോക്കുക. ഇവിടെ 35 ആണ്. സോ ടോട്ടൽ ഹൈറ്റ് ഡിവൈഡഡ് ബൈ 4, അതായത് ഈ കേസിൽ 35 ഡിവൈഡഡ് ബൈ 4 അത് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. അത്രയും ഡിസ്റ്റൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്യും. ഈ A' നിന്നും ആ പോയിൻ്റ് വരെ ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്യും. ശ്രദ്ധിക്കുക. സോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 8.75 കിട്ടും. 8.75. സോ താഴെ നിന്നും അപ്രോക്സിമേറ്റ്ലി 0.8 mm 0.8 mm 8.75 ആണ്. അപ്രോക്സിമേറ്റ്ലി 0.8 ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇവിടെ ടോട്ടൽ ഹൈറ്റ് 35 ആണ്. ആ 35നെ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആ പോയിന്റിനെ നമുക്ക് G' എന്ന് നെയിം ചെയ്യാം. ഈ പോയിന്റിനെ G'. ഈ പോയിന്റ് എങ്ങനെയാണ് കിട്ടിയത്? ടോട്ടൽ ഹൈറ്റ് ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 8.75 കിട്ടും. അതായത് 8.75 mm ആണ്. ദാറ്റ് ഈസ് താഴേന്ന് 0.8 mm, സോറി 0.8 cm, 0.8 cm. അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ A' നമുക്ക് കിട്ടിയ G' സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലങ്ങ് ജോയിൻ ചെയ്യുക. ഒരു ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ A', G' എന്ന് പറയുന്ന ലൈൻ, ഇപ്പം വരച്ച ലൈൻ കണ്ടോ, A', G', ആ ലൈൻ നമ്മളുടെ XY ലൈനിന് പെർപെൻഡിക്കുലർ ആകത്തക്ക രീതിയിൽ ഫിഗർ വരയ്ക്കുക. അതായത് A' എന്ന് പറയുന്ന പോയിന്റിൽ സോളിഡിനെ സസ്പെൻഡ് ചെയ്തിടുക. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊള്ളുക. ഈ A' എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ വരയ്ക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ XY ലൈനിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ അല്പം മുകളിലോട്ട് മാറി ഒരു പോയിന്റ് എടുക്കുക. ആ പോയിൻ്റാണ് നമ്മളുടെ A' എന്ന് അസ്യൂം ചെയ്യുക. ഈ A' എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇനി A', G' ലെങ്ത് എടുക്കുക. A', G' ലെങ്ത് 1.1
1.8 അല്ലെങ്കിൽ 1.7 അപ്രോക്സിമേറ്റ്ലി 1.7 മില്ലിമീറ്റർ. സോ ആദ്യം ആ 1.7 മില്ലിമീറ്റർ താഴോട്ട് വെച്ചൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. 1.7 മില്ലിമീറ്റർ, 1.7. ഓക്കെ, ഈ എ ഡാഷ് ജി ഡാഷ് ആണ്. സോ നമുക്ക് എ ഡാഷ് ഇവിടെ കിട്ടി. എ ഡാഷ് നമ്മൾ ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്തൊരു പോയിന്റ്, അതിന് എ ഡാഷ് എന്ന് വെച്ചു. എ ഡാഷ് ജി ഡാഷിൻ്റെ ലെങ്ത് മെഷർ ചെയ്യുക. ആ ലെങ്ത് എക്സ് വൈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുക. സോ ഈ പോയിൻ്റാണ് എന്ത്, നമ്മളുടെ ജി ഡാഷ്. ഇനി എന്ത് ചെയ്യും, ഇതിങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ സോളിഡിനെ ഇവിടെ റീക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് പ്രൊട്രാക്ടർ വെക്കുക. ഈ എ ഡാഷ് ജി ഡാഷും ബേസും തമ്മിലുള്ള ആംഗിൾ മെഷർ ചെയ്യുക. സോ നമ്മൾ ഇങ്ങനെ വെച്ചു, ബേസിൽ പ്രൊട്രാക്ടർ വെച്ചു. ഈ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 34 ഡിഗ്രി ഉണ്ട്. സോ ഞാൻ ആ സെയിം 34 ഡിഗ്രി, അല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതി ചെയ്യാം. എ ഡാഷ് ജി ഡാഷിൽ പ്രൊട്രാക്ടർ വെക്കുക. എ ഡാഷ് ജി ഡാഷിൽ പ്രൊട്രാക്ടർ വെക്കുക. അതിനുശേഷം സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചു ജി ഡാഷ്. അതിനുശേഷം എ ഡാഷ് ജി ഡാഷ് തമ്മിൽ ജോയിൻ ചെയ്തു. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത് h/4 ആണ്. ഹൈറ്റ് ഡിവൈഡ് ബൈ 4 കാണുമ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടും. അതിനെ ജി ഡാഷ് എന്ന് നെയിം ചെയ്തു. എ ഡാഷ് ജി ഡാഷ് ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എ ഡാഷ് ജി ഡാഷ് എക്സ് വൈക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിൽ വെച്ചു. അത് നമ്മൾ ഫിഗർ വരച്ചു. അതിനുശേഷം എ ഡാഷ് ജി ഡാഷും എക്സ് വൈ ലൈനും അല്ലെങ്കിൽ സോളിഡിൻ്റെ ബേസും തമ്മിലുള്ള ഇൻക്ലിനേഷൻ നമ്മൾ നോക്കി. ആ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടി 33 അല്ലെങ്കിൽ 34 എന്നുള്ള രീതിയിൽ കിട്ടി. ആ ഇൻക്ലിനേഷൻ നമ്മൾ എടുക്കുക. നമ്മൾ പ്രൊട്രാക്ടർ ബേസിൽ വെക്കുക, അല്ലെങ്കിൽ ഈ ഒരു എ ഡാഷ് ജി ഡാഷിൽ വെക്കുക. 33 അല്ലെങ്കിൽ 34 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യുക. 33 അല്ലെങ്കിൽ 34 ഡിഗ്രി മാർക്ക് ചെയ്തു. 33 അല്ലെങ്കിൽ 34 ഡിഗ്രി മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ ബേസിൻ്റെ ലെങ്ത് നോക്കുക. ബേസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2.3. ബേസിൻ്റെ ലെങ്ത് 2.3 ആണ്. സോ നമ്മൾ പ്രൊട്രാക്ടർ സ്കെയിൽ ഉപയോഗിച്ച് 2.3 ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. 2.3. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സോൾട്ടിനെ റീക്രിയേറ്റ് ചെയ്യാം. 2.3 ആണ്. സോ ദിസ് ഈസ് 2.3. ഓക്കെ, അങ്ങനെ നമുക്ക് 2.3 മില്ലിമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് പോയിന്റ് കിട്ടി. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബേസിൻ്റെ സി ഡാഷ് ഡി ഡാഷ് ആണ്. സോ ഞാൻ നെയിം ചെയ്തു സി ഡാഷ് ബ്രാക്കറ്റിൽ ഡി ഡാഷ്. അപ്പോൾ ഞാൻ ബേസിനെ ഇങ്ങോട്ട്, ഈ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ഈ ഇൻക്ലിനേഷനാണ്. സെയിം ഇൻക്ലിനേഷനിൽ ബേസ് ഇങ്ങോട്ട് വരച്ചു. ഇനി നമുക്ക് വേണ്ടത് ബി ഡാഷ് ഇ ഡാഷ് വേണം. അതിനുവേണ്ടി നമുക്ക് എളുപ്പമാണ്. കോമ്പസ് എടുക്കുക, ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ആ ഡിസ്റ്റൻസ് എ ഡാഷിൽ നിന്നും ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. എ ഡാഷിൽ നിന്നും ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. സോ നമുക്ക് ഒരു പോയിന്റ് കിട്ടി. ഈ പോയിൻ്റാണ് ബി ഡാഷ് ഇ ഡാഷ്. സോ ബി ഡാഷ് ബ്രാക്കറ്റിൽ ഇ ഡാഷ്, ദിസ് ഈസ് എ ഡാഷ്. അപ്പോൾ ബേസ് എല്ലാം കിട്ടി. ഇനി നമുക്ക് വേണ്ടത് അപ്പെക്സ് ആണ്. അപ്പെക്സ് മാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. കോമ്പസ് എടുക്കുക. എ ഡാഷിൽ നിന്നും അപ്പെക്സ് ഒ ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക. അത് എ ഡാഷിൽ കുത്തി ഒരു ആർക്ക് കട്ട് ചെയ്യുക. എ ഡാഷിൽ കുത്തി ഒരു ആർക്ക് കട്ട് ചെയ്യുക. ആ സെയിം അതുപോലെ തന്നെ സി ഡാഷ് ഡി ഡാഷിൽ കുത്തി ഒ ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അത് സി ഡാഷ് ഡി ഡാഷിൽ കുത്തി നമ്മളിവിടെ മുമ്പേ വരച്ച ആർക്കിനെ കട്ട് ചെയ്യുക. സോ നമുക്കൊരു പോയിന്റ് കിട്ടി. ഈ പോയിൻ്റാണ് നമ്മളുടെ അപ്പെക്സ് ഒ ഡാഷ്. ഇനി സോളിഡിനെ കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ സോളിഡിനെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മളുടെ ജി ഡാഷ് എന്ന് പറയുന്നത് നമ്മളുടെ ആക്സിസ് ലൈനിലാണ്. സോ നമ്മളുടെ ആക്സിസ് ലൈൻ എന്ന് പറയുന്നത്
ഈ ജി ഡാഷിലൂടെ പാസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ അപ്പെക്സും ജി ഡാഷിലൂടെ പാസ് ചെയ്ത് ആക്സിസ് ലൈൻ അങ്ങ് വരച്ചു. ബി ഡാഷ് ഇ ഡാഷും അപ്പെക്സും തമ്മിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ സോളിഡിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇങ്ങോട്ടും വരച്ചു. കണ്ടോ, ഇപ്പോൾ സോളിഡിനെ എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ സോളിഡിനെ സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്നും താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ഈ ഫിഗറിൽ നിന്ന് റൈറ്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടും. അപ്പോൾ സസ്പെൻഡ് ചെയ്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്തതെന്ന്. സസ്പെൻഡഡ് സോളിഡ്സ് വരയ്ക്കുമ്പോൾ ആദ്യം സോളിഡിനെ എപ്പോഴും എക്സ് വൈ ലൈനിൽ അല്ലെങ്കിൽ എക്സ് വൈ ലൈനല്ല എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരയ്ക്കുക. ഓ ഡാഷ് എന്ന് പറയുന്ന ആക്സിസ് ലൈൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് മെഷർ ചെയ്യുക. ആ ഹൈറ്റ് ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കിട്ടും. ആ പോയിന്റിനെ ജി ഡാഷ് എന്ന് നെയിം ചെയ്യുക. ആ കോർണറും ജി ഡാഷും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ മാർക്ക് ചെയ്യുക. സോ എ ഡാഷ് ജി ഡാഷ് എന്ന് കിട്ടും. ഇനി നമ്മൾ സോളിഡിനെ സസ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ്. അതിനുവേണ്ടി നമ്മൾ എ ഡാഷ് ജി ഡാഷ് എന്ന് പറയുന്ന ലൈനിനെ എക്സ് വൈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് ആദ്യം വരച്ചു. അതിനുശേഷം നമുക്ക് ഈ സോളിഡിനെ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യും? ആദ്യം നമ്മൾ എ ഡാഷ് ജി ഡാഷും ഈ ബേസും തമ്മിലുള്ള ഇൻക്ലിനേഷൻ എടുത്തു. ആ ഇൻക്ലിനേഷനിൽ നമ്മൾ ബേസ് ആദ്യം വരച്ചു. അതിനുശേഷം അപ്പെക്സ് മാർക്ക് ചെയ്തു. അപ്പെക്സ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? കോമ്പസ് വെച്ച് ഡിസ്റ്റൻസ് എല്ലാം എടുത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ബി ഡാഷ് ഇ ഡാഷിൻ്റെ ഡിസ്റ്റൻസ് എടുത്തു, ആ പോയിന്റ് മാർക്ക് ചെയ്തു. ആക്സിസ് ലൈനും മാർക്ക് ചെയ്തു. അപ്പോൾ സോളിഡ് സസ്പെൻഡ് ചെയ്ത് നമുക്ക് കിട്ടി. ഇനിയുള്ള കേസസ് എല്ലാം എളുപ്പമാണ്, അല്ലെങ്കിൽ ഇനിയുള്ള അങ്ങോട്ട് സ്റ്റെപ്സ് എളുപ്പമാണ്. ഇതിനെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ഇതിനെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്തു. മുമ്പേ പ്രൊജക്റ്റ് ചെയ്ത കണക്ക് തന്നെ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പ്രോബ്ലംസിന് എല്ലാത്തിനെയും പോലെ തന്നെ എല്ലാ പോയിന്റിൽ നിന്നും താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടുന്ന് റൈറ്റിലേക്കും പ്രൊജക്റ്റ് ചെയ്യുക. സോ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്തു. ഈ ഫിഗറിൽ നിന്നും റൈറ്റിലേക്കും പ്രൊജക്റ്റ് ചെയ്തു. ഇനി ആ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ്സ് മാർക്ക് ചെയ്യുക. നോക്കുക, എ ഡാഷ്. സോ ദിസ് ഈസ് എ, ദിസ് വൺ ഈസ് ബി, ദിസ് പോയിന്റ് ഈസ് ഇ, C and D. So A, B, C, D എല്ലാം കിട്ടി. E കിട്ടി. അപ്പെക്സ് O. വിസിബിലിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് ലൈൻസിനെ ജോയിൻ ചെയ്യുക. സറൗണ്ടിങ് എഡ്ജസ് ഒക്കെ ആദ്യം വിസിബിൾ ആക്കുക. മുകളിൽ നിന്ന് താഴോട്ടാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒബ്സർവർ നോക്കുന്ന ഇവിടെ നിന്നാണ്. ഒബ്സർവറിൻ്റെ ഏറ്റവും അടുത്തുള്ള കോർണർ എ ആണ്. എയിൽ നിന്നുള്ള എഡ്ജസ് നോക്കുക. എ ബി, എ ഇ, എ ഒ അതെല്ലാം വിസിബിൾ ആക്കുക. സോ നോക്കിക്കേ, എ ബി വിസിബിൾ ആക്കുക. എ ബി, എ ഇ ആൻഡ് എ ഒ വിസിബിൾ ആക്കി. ഒബ്സർവറിൻ്റെ ഏറ്റവും അകലെയുള്ള കോർണർ എന്ന് പറയുന്നത് സി ഡാഷ് ആൻഡ് ഡി ഡാഷ് ആണ്. അതിൽ നിന്നുള്ള എഡ്ജസ് എല്ലാം ഇൻവിസിബിൾ ആക്കുക. സിയിൽ നിന്നുള്ള എഡ്ജസ് സി ബി, സി ഡി ആൻഡ് സി ഒ ആണ്. സി ബി, സി ഡി അത് ഓൾറെഡി സറൗണ്ടിങ് എഡ്ജസിനകത്ത് വന്ന് വിസിബിൾ ആയതുകൊണ്ട് ഇനി അതിനെ ഇൻവിസിബിൾ ആക്കാൻ നോക്കേണ്ട. ഇനി ഇൻവിസിബിൾ ആയിട്ടുള്ളത് സി ഒ ആണ്. സോ അതിനെ ഇൻവിസിബിൾ ആക്കുക. അതുപോലെ ടി ഡി ഒ. കുറേ ഫിഗർ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ഏതൊക്കെയാണ് വിസിബിൾ ഏതൊക്കെയാണ് ഇൻവിസിബിൾ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂവും കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത എന്താണ് ക്വസ്റ്റ്യനകത്തേക്ക് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കാം. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ വെൻ ദി ആക്സിസ് അപ്പിയേഴ്സ് ടു ബി ഇൻക്ലൈൻഡ് 30 ഡിഗ്രി വിത്ത് വി പി.
സോ നമ്മളുടെ ക്വസ്റ്റിനകത്ത് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദി പ്രൊജക്ഷൻ വെൻ ദി ആക്സിസ് ഓഫ് ദ പിരമിഡ് അപ്പിയേഴ്സ് ടു ബി ഇൻക്ലൈൻഡ് 30 ഡിഗ്രി വിത്ത് വി പി. അതായത് വി പി ആയിട്ട് 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യുന്നതായിട്ട് അപ്പിയർ ചെയ്യത്തക്ക രീതിയിൽ വരയ്ക്കാൻ. ഈ ഒരു ക്വസ്റ്റിനകത്ത് ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ആ ക്വസ്റ്റിനകത്ത് നമുക്ക് സ്ട്രെസ്സ് കൊടുക്കേണ്ട വാക്ക് അപ്പിയർ എന്നുള്ള വാക്കാണ്. അതായത് ക്വസ്റ്റിനകത്ത് എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് ഇവിടെ ഒരു ആക്സിസിൻ്റെ ലെങ്ത് കിട്ടത്തില്ലേ, ഒറിജിനൽ ആക്സിസിൻ്റെ ലെങ്ത് അല്ലാതെ നമുക്ക് ഇവിടെ ഒരു ആക്സിസിൻ്റെ ലെങ്ത് കിട്ടുമല്ലോ, ആ ലെങ്തിനെ 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് വരച്ചോളാനാണ് പറയുന്നത്. അപ്പിയേഴ്സ് ടു ബി എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ആക്സിസിൻ്റെ ലെങ്ത് എത്രയാണോ കിട്ടിയത് അതേ ലെങ്തിനെ 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് വരച്ചോ, അല്ലാതെ അപ്പയറൻ്റ് ആംഗിൾ എടുക്കേണ്ട എന്നാണ് ക്വസ്റ്റിനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഇവിടെ ആക്സിസിൻ്റെ ആ പോയിന്റ്, ഈ ആക്സിസിനെ കൂടെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് ആ പോയിന്റ് മാർക്ക് ചെയ്യണം. അതിനുശേഷം ആ ആക്സിസിനെ വേണം 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് വരയ്ക്കാൻ. സോ അത് വരയ്ക്കാൻ വേണ്ടി XY ലൈനിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ നിന്നും 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. പോയിന്റ് എടുക്കുക, അവിടുന്ന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടൊരു ലൈൻ വരച്ചു, ആംഗിൾ എടുത്തു. അതിനുശേഷം ആ ലൈൻ ലൈറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക, 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ലൈൻ. ഓക്കെ, 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടൊരു ലൈൻ വരച്ചു. അതിനുശേഷം ഈ സോളിഡിനെ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് വരച്ചു തുടങ്ങാം വേണമെങ്കിൽ, അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. എങ്ങനെ വേണേൽ സോളിഡിൻ്റെ അപ്പെക്സ് ഇങ്ങോട്ട് വരത്തക്ക രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ അപ്പെക്സ് തിരിച്ച് താഴോട്ട് വരത്തക്ക രീതിയിൽ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഓക്കെ, 30 ഡിഗ്രി നമുക്ക് ഇങ്ങോട്ട് 30 ഡിഗ്രി എടുത്ത് വരയ്ക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങോട്ട് 30 ഡിഗ്രി എടുത്തും വരയ്ക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, സോ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഈ പോയിന്റ് എന്ന് പറയുന്നത് സോളിഡിൻ്റെ അപ്പെക്സ് ആയിട്ട് ഞാൻ അസ്യൂം ചെയ്തു. ഓക്കെ, അതിനുശേഷം ഈ അപ്പെക്സ് തൊട്ട് ഈ എ വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ എടുത്തു. അതിനുശേഷം ആ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം അപ്പെക്സ് തൊട്ട് ഈ BE ഉള്ള ആ വെർട്ടിക്കൽ ലൈൻ, അല്ലെങ്കിൽ BE എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പോകുന്ന പ്രൊജക്ഷൻ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു. അത് ഞാൻ അപ്പെക്സിൽ നിന്നും ആ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം അപ്പെക്സിൽ നിന്നും CDയിലൂടെ പാസ് ചെയ്യുന്ന പ്രൊജക്ഷൻ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു. അത് ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ മാർക്ക് ചെയ്ത പോയിന്റ്സിൽ കൂടെ എല്ലാം നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കാൻ പോവാണ്. ഏതാണ്? ഈ ആക്സിസ് ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് വരയ്ക്കാൻ പോവാണ്. പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല, വളരെ ലൈറ്റായിട്ട് വരച്ചാൽ മതി. നമുക്ക് ജസ്റ്റ് ഫിഗർ കിട്ടാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്നതാണ്. സോ അതിന് അത്യാവശ്യമൊന്നുമില്ല, ലൈറ്റായിട്ട് വരയ്ക്കുക. ഓക്കെ, ഇനി നെയിം ചെയ്യാൻ പോവാണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് A ആണ്, നമുക്കിവിടെ കിട്ടിയ അതേ A ആണ് ഇത്. ഇനി നമുക്ക് B ആൻഡ് E മാർക്ക് ചെയ്യണം. അതിനുവേണ്ടി കോമ്പസ് എടുക്കുക. ഈ പോയിന്റിൽ നിന്നും E വരെയുള്ള ഡിസ്റ്റൻസ് ആദ്യം എടുക്കുക. ഓക്കെ, അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ഇപ്പോൾ Bയിലും. സോ ഞാൻ ആ പെർപെൻഡിക്കുലർ ലൈനിൽ കുത്തി ഇങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് E കിട്ടി, ഇവിടെ B കിട്ടി. സിമിലർലി കോമ്പസ് ഉപയോഗിച്ച് Dയും Cയും മാർക്ക് ചെയ്യുക. നോക്കുക, നമുക്ക് ABCDE ആൻഡ് അപ്പെക്സ് O. ഇനി ഇവിടെ എന്തൊക്കെ വിസിബിൾ ആണോ അതെല്ലാം ഇവിടെയും വിസിബിൾ ആക്കുക. നിങ്ങൾ എക്സാമിന് പെൻസിൽ മാത്രമേ യൂസ് ചെയ്യാവൂ, പേന യൂസ് ചെയ്യരുത്. ഞാനിപ്പോൾ ഇവിടെ പേന വെച്ച് വരച്ച് കാണിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ പേന യൂസ് ചെയ്യരുത്. യൂണിവേഴ്സിറ്റി എക്സാമിന് പേന യൂസ് ചെയ്താൽ മാർക്ക് ഉണ്ടാവില്ല.
സോ നമ്മൾ 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് ഈ സോളിഡിനെ ഇവിടെ വരച്ചു. ഇനി ഇതിൽ നിന്ന് മോളോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഈ സോളിഡിൻ്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടും. അപ്പോൾ നമ്മളുടെ ആൻസർ കംപ്ലീറ്റ് ആയി. സോ ഞാൻ പ്രൊജക്ഷൻ ലൈൻസ് എല്ലാം മാർക്ക് ചെയ്തു. ഇനി നെയിം ചെയ്യുക. ദിസ് ഈസ് O ഡാഷ്, ദിസ് വൺ ഈസ് A ഡാഷ്, B dash, E dash, C dash and D dash. പോയിന്റ്സ് എല്ലാം കിട്ടി. പഴയ പോലെ വിസിബിലിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. സറൗണ്ടിങ് എഡ്ജസ് എല്ലാം വിസിബിൾ ആക്കുക. സോ ഞാൻ ഫസ്റ്റ് സറൗണ്ടിങ് എഡ്ജസ് എല്ലാം വിസിബിൾ ആക്കി. അതിനുശേഷം ഒബ്സർവർ ഇവിടെ നിന്ന് മോളോട്ടാണ് നോക്കുന്നത്. ഒബ്സർവറിൻ്റെ ഏറ്റവും അടുത്തുള്ള കോർണർ C ആണ്. സോ സിയിൽ നിന്നുള്ള എഡ്ജസ് എല്ലാം വിസിബിൾ ആക്കുക. ഓക്കെ, അതിനുശേഷം ഒബ്സർവറിൻ്റെ ഏറ്റവും അകലെയുള്ള കോർണർ E ആണ്. ഇയിൽ നിന്നുള്ള എഡ്ജസ് എല്ലാം ഇൻവിസിബിൾ ആക്കുക. ഓക്കെ, അതും കഴിഞ്ഞു. ഇനിയും നോക്കുക, ഇനി B ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റും അതിൽ നിന്നുള്ള എഡ്ജസും ഇനിയും നമുക്കിവിടെ വിസിബിൾ ആക്കാനുണ്ട്, അല്ലെങ്കിൽ അതുകൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സോളിഡ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. സോ നമ്മളുടെ വിസിബിലിറ്റി പ്രിൻസിപ്പിളിനെ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഏറ്റവും അടുത്തുള്ള കോർണറിൻ്റെ തൊട്ടടുത്തുള്ള കോർണറും അതിൽ നിന്നുള്ള എഡ്ജസും വിസിബിൾ ആയിരിക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ നമ്മളുടെ ഏറ്റവും അടുത്തുള്ള കോർണറിൻ്റെ തൊട്ടടുത്ത് കോർണർ എന്ന് പറയുന്നത് B ആണ്. സോ BC, BA, BO വിസിബിൾ ആയിരിക്കും. സോ ഇതാണ് നമ്മളുടെ ആൻസർ. അതുപോലെ ഇവിടെ ഡയമെൻഷൻസ് കാണിക്കുക. ഓക്കെ, സസ്പെൻഡഡ് സോളിഡ്സിൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ടോപ്പ് വ്യൂ ആദ്യം വരയ്ക്കുക, അതിനുശേഷം ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, അതിനുശേഷം സോളിഡിൻ്റെ ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റ് ഡിവൈഡഡ് ബൈ 4, ആ ഹൈറ്റ് ഡിവൈഡ് ബൈ 4 ചെയ്യുക. ആ ഡിസ്റ്റൻസ് XYയിൽ നിന്നും അല്ലെങ്കിൽ ബേസിൽ നിന്നും ആ പോയിന്റ് വരെ ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു കോർണറിൽ നിന്നും അല്ലെങ്കിൽ ഏറ്റവും എൻഡിലുള്ള ആ കോർണറിൽ നിന്നും ആ പോയിന്റിലേക്ക് ഒരു ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ആ ലൈൻ XY ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിൽ സോളിഡിനെ റെസ്റ്റ് ചെയ്യുമ്പോൾ സോളിഡ് സസ്പെൻഡഡ് രീതിയിലാവും. ഓക്കെ.